എൻ്റെ പേര് സുബിൻ. എൻ്റെ വീട് കോട്ടയം കളത്തൂരാണ്. ഇവിടെ പറയാനുള്ള കാര്യം, ഞാൻ +2 കഴിഞ്ഞ് ആർമി ചേരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പട്ടാളക്കാരനാണെന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ്, വേറൊന്നും പഠിക്കാൻ പോവില്ലായിരുന്നു. കാരണം പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ +2 കഴിഞ്ഞ് ഇതിനു വേണ്ടി തന്നെ പോയി. എന്നിട്ട് എക്സാം എഴുതി, എല്ലാം ഫെയിലായിരുന്നു. 6ഓളം എക്സാം എഴുതി. അത് കഴിഞ്ഞ് എക്സാം ഫെയിലായി. ബാക്കിയെല്ലാം പാസ്സാവും, ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സാവും. റിട്ടേൺ എക്സാമിൽ മാത്രമേ ഞാൻ ഫെയിലായി പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റിയോട് ഇന്നോലെ പറഞ്ഞപ്പോൾ ആൻറ്റിയാണ് പറഞ്ഞത്, കൊച്ചി ഇന്നോലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, അമ്മയോട് പറയണം. കാരണം അവിടെ കൂടുതലും സാക്ഷ്യം എക്സാം പാസ്സായി പോകുന്നവരുടെ കാര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മയാണ് വന്ന് 2022 മാസം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അമ്മ ഉടമ്പടി എടുത്തേ. അത് കഴിഞ്ഞ് അടുത്ത ആർമിയുടെ എക്സാം വന്ന്, അത് ഇത്രയും നാളും പഠിച്ച് എന്തോരം പഠിച്ചാലും തലേ കയറിയല്ല. ഇപ്പം ഇന്ന് രാവിലെ 5 ഞാൻ ഓർക്കുന്നുണ്ട്, 5 തൊട്ട് രാത്രി 12 വരെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. 10ൽ പോലും ഞാൻ അതുവരെ ഇന്നവരെ പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ്സിൽ പോലും. കാരണം പഠിച്ചു കഴിഞ്ഞാൽ തലേ നിൽക്കത്തില്ല. പക്ഷേ ഇതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇത് പഠിച്ചിട്ടും എൻ്റെ തലയിൽ നിന്നില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് അതിന് എക്സാമിന് പോയി. കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെ എക്സാം, 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഓപ്ഷൻസ് ഉണ്ട് ആൻസർ. അപ്പം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ആ ടിക്കറ്റ് വിടുക. അപ്പം ഇത്രയും എക്സാം എഴുതി, 6-7ഓളം എക്സാം എഴുതി. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മക്കളോ അല്ലെ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും വല്ലതും ഉണ്ടറിയാം, PSC സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ എക്സാം എന്തോരം പാടാണ്. അതൊക്കെ എന്നെപ്പോലെ ഞാൻ എങ്ങനെ എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എക്സാം മാത്രമായിരുന്നു. കാരണം ഫിസിക്കലും മെഡിക്കലെല്ലാം എനിക്ക് എക്സലൻ്റ് ആയിരുന്നു മാർക്ക്, ഫിസിക്കലെല്ലാം പാസ്സാവും. അങ്ങനെ എക്സാമിന് പോയിരുന്ന് ഇത്രയും എക്സാം എഴുതി. അമ്മ വന്ന് ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് എക്സാം എഴുതി. എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു. എൻ്റെ എക്സാം നോക്കി, ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ഒരു ക്വസ്റ്റ്യനും അറിയത്തില്ല. ആ 50 ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരെണ്ണം പോലും അതിൽ വന്നിട്ടില്ല. എനിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഒരു 10 മിനിറ്റോളം ഞാൻ അങ്ങനെ ഇരുന്ന്. എന്നിട്ട് ഫുള്ളും ക്വസ്റ്റ്യൻ വായിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്സ് തലേ പോലും കയറില്ല, ക്വസ്റ്റ്യൻ പോലും വായിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നിട്ട് ഈ മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ച്, ഞാൻ ഇടത്തെ കൈ കാശ് രൂപം പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചുമ്മാ ഓരോരോ ഓപ്ഷൻ ഞാൻ ടിക്കറ്റ് 50 ക്വസ്റ്റ്യനാണ് 2 മാർക്ക് വെച്ച് 100 മാർക്ക്. ഞാൻ 45 ക്വസ്റ്റ്യനും കറക്കി കുത്തി. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കുത്തുന്നതോറും മാതാവേ എന്ന് പറഞ്ഞാൽ കുത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ, അപ്പോൾ എനിക്ക് തോന്നി തോക്കും എനിക്കറിയത്തില്ല, തോക്കും. കാരണം ഇവിടെയുള്ള ചേച്ചിമാർക്കൊക്കെ അറിയാമായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ എന്തോരം പാടാണ്. എന്നിട്ട് വീട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞടാ റിസൾട്ട് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറയണം, വേണ്ട നോക്കണ്ട, കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ നമ്പർ അവൻ്റെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞടാ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് എൻ്റെ നമ്പർ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞാണ് ഫിസിക്കലും മെഡിക്കലും ഉള്ളത്. റിട്ടേൺ എക്സാം ക്വാളിഫൈ ആകുന്നവർക്കാണ് ആർമിയുടെ ഫിസിക്കലും മെഡിക്കലും ഉള്ളത്. അതിന് ഫിസിക്കലിനും മാർക്കുണ്ട്. എന്നിട്ട് ഫിസിക്കലിന് പിന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ഫിസിക്കലിന് എക്സലൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഭയങ്കര ടഫാണ്. ഇന്ത്യൻ ആർമിയുടെ പോലീസ് പോലെയല്ല, ആർമിയുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. എന്നിട്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഫിസിക്കലും പാസ്സായി. ഫിസിക്കലിന് 100 മാർക്കും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫിസിക്കലും പാസ്സായെന്നും പറഞ്ഞ് ആർമി നമ്മൾ കിട്ടത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഫിസിക്കലിൻ്റെ മാർക്കും റിട്ടേൺ എക്സാമിൻ്റെ മാർക്കും കൂടെ നോക്കിയിട്ട് ഒരു മാർക്ക് ഇടും, മെറിറ്റ് ലിസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ആ മെറിറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് എനിക്ക് 2 മാർക്ക് കൂടെ നോക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇത്രയും എക്സാം കിട്ടി, ഫിസിക്കലും കിട്ടി, മെറിറ്റ് ലിസ്റ്റിൽ പോവും എനിക്കറിയാം. കാരണം ഇതിനു മുമ്പേ ഇത്രയും എക്സാം തോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയിരുന്ന് വേറൊന്നും ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. അതാണ് കാരണം. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കാണെങ്കിൽ പഠിച്ചൊരു ജോലി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയില്ല. കാരണം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ നിൽക്കുകയില്ല. എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് വന്ന് അത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ നമ്പർ എന്നിട്ട് കിട്ടി. ഞാൻ ഈ മാസം 25-ാം തീയതി ട്രെയിനിങ്ങിന് പോവുക. ഞാനാണെങ്കിൽ അമ്മ ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ എന്നെ ഇന്ത്യൻ ആർമി തന്നെ വരണം, വേറെ ഒരു ജോലിയിലോട്ടും എന്നെ വിടരുത്, ഇന്ത്യൻ ആർമി തന്നെ വരണം, എനിക്ക് ആ യൂണിഫോം ഇടണം. കാരണം ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം പട്ടാളക്കാരനാണെന്ന്. എന്നിട്ട് ഉടമ്പടി ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഇത് ഉടമ്പടിയിൽ ഓരോ കാരണങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ മാതാവിനോട് പറയും, വീട്ടിലെ രാവിലെ ആയിട്ട് പ്രാർത്ഥിക്കുക, വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമായിരുന്നു. വീട്ടിൽ സിറ്റുവേഷൻ ഓക്കെ അല്ലായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാകുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുന്ന, അതും ചെറിയ. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ മാതാവേ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് കിട്ടി ഞാൻ ഒരു പട്ടാളക്കാരനായിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എപ്പോഴും ഞാൻ എന്നും വൈകുന്നേരം ഇത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീ തരാതിരിക്കരുതെന്ന്. അങ്ങനെ കിട്ടി. അത് വലിയ എൻ്റെ ജീവിതത്തിലെ, കാരണം എനിക്ക് എൻ്റെ വേറെ ഏത് ജോലിയാണ് ഞാൻ ചെയ്യും. ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഏജ് ഓവറായി പോയി കഴിഞ്ഞാൽ തന്നെ വേറെ ഏത് ജോലി ഞാൻ ചെയ്യും. പക്ഷേ
എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനാകണം. അത് ഒരു ജോലിയായിട്ട് ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ആ യൂണിഫോം ഇടണമെന്ന് എനിക്ക് ഇപ്പോഴും ഇനിയും ഒരു ആഗ്രഹമുണ്ട്, ആ യൂണിഫോം ഇട്ട് ഇവിടെ വരണമെന്ന്. ഞാനത് ട്രെയിനിങ് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ടും ഞാൻ വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അമ്മയോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എക്സാം പാസ്സാവില്ല. അത് അതുപോലെ പാടുള്ള എക്സാമാണ്. അതുകൊണ്ട് മാതാവ് ആ എക്സാമിൻ്റെ കാര്യത്തിൽ മാതാവ് എന്നെ തുണ ചെയ്ത കാരണം, സഹായിച്ച കാരണം ഞാൻ ഒരു പട്ടാളക്കാരനായി. ഞാൻ ട്രെയിനിങ്ങിന് പോവുകയാണ് ഈ മാസം 25-ാം തീയതി. മാതാവിന് ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മ വഴി ഏറെ പ്രത്യേകിച്ച് വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇവനാവശ്യമായ ഡയറക്ഷൻസ് നൽകുന്നതും. ഒരുപക്ഷെ ഇവിടെയുള്ള വിദ്യാർത്ഥിനികൾ പറയുന്ന സാക്ഷ്യത്തിൽ ഒരു ഹൃദയം കൊണ്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ്. കാരണം അവന് വ്യക്തമായിട്ട് അവൻ എന്താ ചെയ്യാനായിട്ട് പറ്റിയതെന്നും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ട് മാതാവിനെ പ്രാപ്തനാക്കണമെന്നുള്ള. അപ്പോൾ അവസാനം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നത്, മാതാവെ ഇനി ഇപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിലും ഇനി വരുന്ന സമയത്ത് ഞാനിത് ചെയ്തേക്കാമെന്നുള്ളൊരു വലിയൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. ഒപ്പം ഒരു അമ്മ എപ്പോഴും പ്രാർത്ഥനയിൽ കൂടെ നിൽക്കുന്നുണ്ട്. അമ്മയുടെ വലിയ പരിശുദ്ധ അമ്മയുടെയും ഒപ്പം ഇവൻ്റെ അമ്മയുടെയും ഒരു വലിയൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ടും ഉണ്ട്. കാരണം ഇവൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഈ കാശുരൂപം ആണിവൻ, അതായത് കാശുരൂപം എന്ന് പറയുന്നത് മാതാവിനെ കൂടെ നിർത്തിയെന്നുള്ളൊരു അർത്ഥവും അടയാളവുമാണ്. ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല, പല സാക്ഷ്യത്തിലും. അപ്പം അവൻ്റെ മെറിറ്റിലല്ല ഇത് ലഭിച്ചതെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഈ അൾത്താരയിൽ ഇപ്പം നിന്ന് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ മെറിറ്റിലല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ദൈവം നൽകിയെന്നുള്ളതാണ്, കൃപയിൽ കിട്ടിയെന്നുള്ളതാണ്. അത് കിട്ടുമ്പോഴേക്കും ഉറപ്പായിട്ടും നമുക്ക് പറയാനായിട്ട് ഒരു അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഉടമ്പടിയിൽ ഒരിക്കലും നിങ്ങളുടെ കഴിവിൽ നിൽക്കുന്ന ഒരു കാര്യം വെക്കരുത്. കാരണം ഇതിന് നല്ല ബോധ്യമുണ്ട്. മിക്കപ്പോഴും പാസ്സാകാതിരിക്കുന്നൊരു പരീക്ഷ, ഒരിക്കലും പരിചയമില്ലാത്ത ചോദ്യപേപ്പറിൽ അമ്മ എങ്ങനെയോ കൈപിടിച്ച് നടത്തിയെന്നുള്ളതാണ് സാക്ഷ്യം. അത് ദൈവം നടത്തിയതാണെന്നുള്ള ഒരു ബോധ്യം തൻ്റെ 10-20 വയസ്സിൽ തന്നെയും ഒരു വ്യക്തി അനുഭവത്തിലൂടെ അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവനിലൂടെ എന്തോ ദൈവം രാഷ്ട്രത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ ചെയ്യാനുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരാഗ്രഹമുണ്ട് ഇവിടെ അതുപോലെ തന്നെ വന്ന് നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് പോലും ഈ വിശ്വാസത്തിൽ മാതാവ് ഇങ്ങനെ കൈപിടിച്ച് സ്വന്തമാക്കുന്നത് ആദ്യത്തെ സാക്ഷ്യമല്ല. ഏറെ പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ വലിയൊരു ബോധ്യത്തിനും ഒപ്പം ലഭിച്ച ആ ഒരു ജോലിക്ക് ഏറെ പ്രത്യേകിച്ച് ഇവനെ ഏറെക്കുറെ നയിച്ച അമ്മയുടെ ഉടമ്പടിയെയും എല്ലാം പ്രതി ഇനിയും ദൈവം ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനും അത് പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകന് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ